السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, ഏകനായ പടച്ചറബിന്റെ മുഅ്മിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുറക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 55-ാമത്തെ ആയത്ത് തന്നെയാണ് ഇന്നും 23-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം കേൾപ്പിക്കുകയുണ്ടായി. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഒരാള് മരണപ്പെട്ടാൽ ഖബറിൽ വെച്ച് ആദ്യ ഭാഗത്തുള്ള ആ കല്ലുകൾ വെച്ച് അത് മൂടിക്കഴിഞ്ഞ് അതിലേക്ക് 3 പിടി മണ്ണ് വാരി ഇട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ആയത്താണ്, അല്ലെങ്കിൽ ഈ ഒരു സംഗതിയാണ് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് അള്ളാഹു എന്ന്, ഈ ഭൂമുഖം സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ച റബ്ബ് അവന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ കേൾപ്പിക്കുന്ന കാര്യമാണ്. അതിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അതിലേക്ക് തന്നെ നിങ്ങളെ നാം അടക്കുന്നു. അതിൽ നിന്ന് തന്നെ നിങ്ങളെ മറ്റൊരു പ്രാവശ്യം നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മറ്റ് പ്രാവശ്യം നിങ്ങൾ അവിടെ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരും. ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് അത്ഭുതകരമായ ഒരു ചോദ്യം, സൂറത്തുൽ മുർസലാത്തിൽ. അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ
ഭൂമിയെ നാം എല്ലാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? അഥവാ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതലായി ആളുകൾ ഈ ഭൂമുഖത്ത് മരിച്ചു പോയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ ഉടലെടുത്തത് മുതൽ ഇന്നോളമുള്ള സംഗതികൾ പരിശോധിച്ചു നോക്കിയാൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരാണ്. എന്നും ജനിക്കുന്നതിനേക്കാൾ കൂടുതലായി മരണം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായ കണക്കുകൾ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഓരോ ദിവസവും നമുക്കങ്ങനെ നോക്കാനുള്ള സംവിധാനമുണ്ട്. ഇന്ന് എത്രയാൾ ജനിച്ചിരിക്കുന്നു, ഇന്ന് എത്രയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇവിടെ ധാരാളം ആളുകൾ മരിച്ചു പോയില്ലേ? എവിടെ അവരൊക്കെ ഈ ഭൂമി ഉൾക്കൊണ്ടിരിക്കുന്നു, ഭൂമി അത് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ മാത്രം ഭൂമി മരിച്ച എല്ലാവരെയും സ്വീകരിക്കാൻ മാത്രം അതിന് കെൽപ്പുണ്ട്. അത് അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഭൂമി സ്വീകരിക്കുന്നത്. അതേപോലെ ജീവിച്ചിരിക്കുന്നവരെയും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ്. നിങ്ങൾ ഇവിടെയാ ജീവിക്കുന്നത്, ഇവിടെയാ നിങ്ങളെല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നത്. മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ വീണ്ടും നാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മള് കുറെ ക്ലാസ്സുകളിൽ നേരത്തെ വിശദീകരിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, അജ്ബുദ് ദംബ് എന്ന് പറയുന്ന ശരീരത്തിലെ ഒരു ഭാഗം അതൊരിക്കലും നശിച്ചു പോകാതെ ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്നുണ്ട് എന്ന്. പടച്ചവന് ഈ ഭൂമുഖത്ത് നിന്ന് രണ്ടാമത് ഓരോരുത്തരെയും പുനർജീവിപ്പിക്കാൻ പ്രയാസമല്ല എന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു ചെറിയ അംശം മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ അംശം ഭൂമിയിൽ കാലാകാലവും ബാക്കിയായി നിൽക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത്. നമ്മൾ പലതവണ പറഞ്ഞു പോയതായത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഖുർആൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാനിവിടെ ആ ആയത്തുകൾ എഴുതി കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ നേരത്തെ അംവാത്തായിരുന്നു, മയ്യിത്തായിരുന്നില്ലേ, മരിച്ചവരായിരുന്നില്ലേ, ജീവനില്ലാത്തവരായിരുന്നില്ലേ? ഫഅഹ്യാകും, നിങ്ങളൊക്കെ അവൻ ജീവൻ നൽകിയില്ലേ? സുമ്മയുമീത്തുക്കും, വീണ്ടും നിങ്ങൾ അവൻ മരിപ്പിക്കുന്നില്ലേ? സുമ്മയുഹീക്കും, വീണ്ടും നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നതാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്. അപ്പൊ നിങ്ങൾ ഒന്നുമല്ലാത്തവരായിരിക്കെ നിങ്ങളെ അവൻ ജീവിപ്പിച്ചില്ലേ, ജീവൻ നൽകിയില്ലേ? പിന്നെ നിങ്ങളെ മരിപ്പിച്ചിട്ട് വീണ്ടും അവൻ ജീവൻ നൽകുന്നതിന് എന്ത് പ്രയാസമുള്ളത്? അങ്ങനെ ജീവൻ നൽകുന്ന മാത്രല്ല, അതിനുശേഷം നിങ്ങളെ പടച്ചവന്റെ അടുക്കിലേക്ക് നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോവുകയും ചെയ്യും. ഈ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ മഴ വർഷിക്കുമ്പോ പാടത്ത് കോടിക്കണക്കിന് ചെടികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് മുളച്ചു വരുന്നില്ലേ? ഇതേപോലെ മനുഷ്യരെ നിങ്ങളെ ഭൂമിയിൽ നിന്ന്, ഈ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട, ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്ന നിങ്ങളെ ഒരൊറ്റ നിമിഷം പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ത് പ്രയാസമുള്ളത്? ഒരു സെന്റ് സ്ഥലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെടികൾ ഒരൊറ്റ നിമിഷം മുളച്ചു വരുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായി അടക്കം ചെയ്യപ്പെട്ട മനുഷ്യരെ നിങ്ങളെ ഒന്നായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് പ്രയാസാണ് പടച്ചോനുള്ളത്? വേറൊരു ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ.
സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നെ നിങ്ങൾ അറിയണം, നിങ്ങൾ ഇവിടെ കുറെ കാലം ജീവിച്ചതിന് ശേഷമോ നിങ്ങൾ എല്ലാവരും മരിപ്പിക്കപ്പെടുന്നതാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നെ നിങ്ങളെല്ലാവരും യൗമൽ ഖിയാമത്തിൽ വീണ്ടും ബഅസ് നൽകപ്പെടുന്നവരാണ്, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം കേട്ടോ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മനുഷ്യന് മനുഷ്യനൊരു മടക്കുണ്ട്. ആ മടക്കം എങ്ങോട്ടാ? ആ മടക്കം ഖബറിലേക്കാണ്. വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖബറിലേക്കാണ് പോകുന്നത്. ഇന്നമൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. ആ ഖബർ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വർഗ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാക്കി മാറ്റാൻ ചിലപ്പോ അങ്ങനെ സാധിച്ചേക്കാം. ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. നരകത്തിലെ ആ കത്തിയാളുന്ന തീയിന്റെ ഒരു ഭാഗം പോലെ ഉള്ള പ്രയാസകരമായ നരകത്തിന്റെ ഒരു ഭാഗം പോലെ തോന്നത്തക്ക വിധത്തിൽ ഒരുപക്ഷെ ഖബർ മാറാം. അപ്പൊ അതാണ് മനുഷ്യരെ നിങ്ങളുടെ ഈ രണ്ടാമതുള്ള നിങ്ങളുടെ ഭൂമിയിലേക്കുള്ള നിങ്ങളുടെ മടക്കം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. അപ്പൊ അവിടേക്ക് വേണ്ടി ആ മടക്കം സ്വർഗത്തിലെ ഒരു പൂന്തോപ്പ് പോലെ നിങ്ങൾക്ക് കഴിയാനുള്ള ഒരിടമായി ഈ ഖബറിനെ മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു അൻബതകും മിനൽ അർളി നബാതാ സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ വല്ലാഹു അൻബതകും മിനൽ അർളി നബാതാ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളെ ഭൂമിയിൽ നിന്ന് നമ്മളൊരു മുളപ്പിച്ചില്ലേ, മുളപ്പിക്കുന്നതാണ്. പിന്നീട് നിങ്ങളെ ആ മണ്ണിലേക്ക് തന്നെ മടക്കുന്നതുമാണ്. വീണ്ടും അവിടെ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതുമാണ്. ഭൂമിയിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്നത് പോലെ നിങ്ങളും മുളച്ചു പൊന്തി വന്നവരാണ്, ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങി വന്നവരാണ്, അതുപോലെ ജീവനുണ്ടായവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളെ വീണ്ടും ആ ഭൂമിയിലേക്ക്, ആ മണ്ണിലേക്ക് നിങ്ങളെ മടക്കുന്നതാണ്. വയുഖ്രിജുകും ഇഖ്റാജ. വീണ്ടും നിങ്ങൾക്ക് ഒരു പുറപ്പാട് കൂടെ ആ ഭൂമിയിലേക്ക് നിങ്ങളെ മടക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഒരു പുറപ്പാട് കൂടി ഉണ്ടാകുന്നതാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണേ. അതാണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന് പറയുമ്പോൾ ആ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്, ഖബറിലേക്ക് വെക്കുമ്പോ ഖബറിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അതിന്റെ മുകൾ പാളിയിലുള്ള ആ കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഓതുന്ന ഈ ആയത്തുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സഹോദര നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. അഫീഹാ നുഈദുകും. ഇപ്പോൾ നിങ്ങളെ ആ മണ്ണിൽ തന്നെ വെച്ചിരിക്കുകയാണ്, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ പറഞ്ഞേച്ചിരിക്കുകയാണ്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നിങ്ങളുടെ മുകളിൽ വെച്ച ആ കല്ലുകളും നിങ്ങളുടെ മുകളിൽ 3 ചാണിന്റെ അടിയിലായി 3 ചാണിന് മുകളിലോട്ടായി ഇരിക്കുന്ന മണ്ണുമൊക്കെ തട്ടിക്കുടഞ്ഞുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ട് ആ കല്ലുകളെല്ലാം അകച്ചു മാറ്റിക്കൊണ്ട് ആ ഖബറിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ദിവസമുണ്ടാകും കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത്. നമ്മളെ ആയത്തിന്റെ ഇനിയും കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത്, അന്ത്യനാളിൽ മറ്റൊരു പ്രാവശ്യം നിങ്ങളെ ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നതാണ്. നേരത്തെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെ. എന്തിനാണത്? അന്ത്യനാളിൽ വിചാരണക്കാരായി എല്ലാ മനുഷ്യരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ
ഈ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു രണ്ടാമതും ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ഉണങ്ങിയ ഭൂമിയിൽ മഴ പെയ്ത് സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ ലളിതമായ ഒരു കാര്യമാണ് അള്ളാഹുവിന് പുനരുത്ഥാനം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരെയും ഭൂമിയിൽ നിന്ന് രണ്ടാമത് മുളപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഉണങ്ങിയ ഒരു ഭൂമിയിൽ മഴ പെയ്തപ്പോ സസ്യങ്ങൾ മുളച്ചു വരുന്നത് പോലെ വളരെ ലളിതമായ ഒരു കാര്യമാണ് കേട്ടോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് സൂചിപ്പിക്കുക. ഇങ്ങനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ആദ്യത്തെ സൃഷ്ടിപ്പ് പോലെ തന്നെ ഉള്ള ഒരു കാര്യമൊന്നുമല്ല. വ്യത്യസ്തമായ ഒരു കാര്യമാണ് അള്ളാഹു അവിടെ ചെയ്യുന്നത്. ഈ ഭൂമിക്ക് ഒരു അന്ത്യം കുറിക്കപ്പെടുന്നു. എന്നിട്ട് അവിടെ അന്ത്യം കുറിക്കപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് അള്ളാഹു മനുഷ്യരെ രണ്ടാമത് സൃഷ്ടി നടത്തുന്നത്. അത് നമുക്ക് അറിയാം, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോ ആദ്യം ആത്മാവിനെ മടക്കി നൽകി, പിന്നീട് അതിനനുയോജ്യമായ ശരീരം പൂർത്തിയാക്കി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. നേരത്തെ ചെറിയൊരു ബീജത്തിൽ നിന്ന്, ഒരു കഷ്ണത്തിൽ നിന്ന്, ഒരു കഷ്ണത്തിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കി ആ രൂപത്തിന് റൂഹ് നൽകി നിന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയതുപോലെയുള്ള സംവിധാനമല്ല. നിനക്ക് നേരത്തെ ആദ്യമായിട്ട് റൂഹ് തിരിച്ചു തരും. എന്നിട്ട് നിനക്ക് ഏറ്റവും നല്ല ഒരു ശരീരം, ഏറ്റവും നിന്റെ യുവത്വ കാലത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ശരീരം നിനക്ക് നൽകിയിട്ട് അങ്ങനെയാണ് നിന്നെ തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫറോവയുടെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഫറോവക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കോ? ഇത്തരത്തിലുള്ള കഴിവുകളുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. നീ ഒരു ആരാധ്യനാണ് എന്ന് പറയുന്നില്ല, നിനക്ക് ആരാധകരുണ്ട് എന്ന് പറയുന്നില്ലേ? അങ്ങനെ ആരാധ്യനാകാൻ അർഹതയുള്ളവനാണെങ്കിൽ ഇങ്ങനെ റുബൂബിയ്യത്തിന്റെ, പരിപാലനത്തിന്റെ, അതേപോലെയുള്ള സംഗതികളുടെ ഒക്കെ ഉടമയാകാൻ നിന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഉണർത്തുന്നത്. ഒരു ഹദീസ് അനിൽ ബർറാ റളിയല്ലാഹു അൻഹു ഖാൽ خرجنا مع رسول الله صلى الله عليه وسلم في جنازة رجل من الأنصار. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഒരിക്കൽ ഒരു അൻസാരി സഹോദരന്റെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് ജനാസയുടെ കൂടെ പോവുകയാണ്. فذكر عذاب القبر وما يخاطب به المؤمن والكافر وأنه ترد روحه في جسده ويرد إلى الأرض. ഖബർ ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മുഅ്മിനായ മനുഷ്യനും കാഫിറായ മനുഷ്യർക്കൊക്കെ അവരുടെ ശരീരത്തിലേക്ക് റൂഹ് മടക്കപ്പെടുന്നതിനെ സംബന്ധിച്ച്, എന്നിട്ട് അവരെ ഭൂമിയിലേക്ക് മടക്കുന്നതിന്, ഭൂമിയിൽ നിന്ന് അവർ പുറത്തു വരുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയാ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരാള് മരിച്ചു. ആ മരിച്ചതിന് ശേഷം അയാളെ ഭൂമിയിലേക്ക് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അയാളിലേക്ക് റൂഹ് മടക്കപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. ഖബർ ശിക്ഷയെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഅന്നഹു തആല യഖൂലു ഇൻദ അയാദതിഹിം ഇലൽ അർള്. ഇങ്ങനെ മരിച്ച മനുഷ്യന്റെ റൂഹ് നേരത്തെ മാലാഖമാർ പിടിച്ചു കൊണ്ടുപോയി വീണ്ടും ഭൂമിയിൽ മണ്ണിൽ വെച്ച ആ മനുഷ്യനിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ സംബന്ധിച്ച് അള്ളാഹു പറയും, ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുമെന്നാണ്. എന്ത്? ഇന്നി വഅത്തുഹും അന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റാ. നിങ്ങളോട് ഞാൻ, അല്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ
മുന്നറിയിപ്പ് നൽകിയതാണല്ലോ, അവരോട് പറഞ്ഞതാണല്ലോ. എന്താ പറഞ്ഞത്? നിങ്ങളെ ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ഒരു മടക്കം ആണ് ഇവിടെ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖബറിൽ വെക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അവിടെ റൂഹിന്റെ സാന്നിധ്യം ഉണ്ടാക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുമെന്നാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്. അവസാനിപ്പിക്കാം ആയത്ത്. ഇവിടെ നമുക്ക് കാലികമായി ചില ചിന്തകൾ പങ്കുവെക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഇവിടെ ഈ ആയത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കാം, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്റെ അന്ത്യം എവിടെയാണ്, എവിടെയായിരിക്കും എന്റെ ഒടുക്കം എന്ന് പറയുന്നത്, ഞാൻ എവിടെ നിന്നാണ് വന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഞാൻ ഒരുപാട് ഈ ജീവിതത്തിൽ നേടി, ഇനി എന്റെ ജീവിതത്തിന്റെ അന്ത്യം എവിടെയാണ്? ഇതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ ഈ ആയത്ത് നമുക്ക് വക നൽകുന്നു. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും തുടങ്ങിയ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ, ചില ചിന്തകൾ അവന് വളരെ ലളിതമായി, അതേപോലെ അതിശക്തമായ വിധത്തിൽ അവനോട് തന്നെ ചോദിക്കാം. അവന് അതിന്റെ ഉത്തരം കണ്ടെത്താം. എന്താണ് ഉത്തരം? എന്റെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഈ സംഗതികൾ എനിക്ക് നൽകുന്നുണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ മനുഷ്യന് തോന്നേണ്ടതാണ്. അവന് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. മനുഷ്യ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. വിനയപ്പെടേണ്ടവനല്ല നീ മനുഷ്യരെല്ലാം ഒരേ മണ്ണിൽ നിന്ന് ആണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ചിന്ത നിന്നിലുണ്ടാകുമ്പോ വംശീയതയും ജാതീയതയും വർണ്ണവിവേചനവും തുടങ്ങിയ എല്ലാ അഹങ്കാരങ്ങളെയും ഇല്ലാതാക്കാൻ മനുഷ്യ നിനക്ക് ഈ ചിന്ത നിനക്ക് അവസരം നൽകില്ലേ? എല്ലാവരുടെയും തുടക്കവും എല്ലാവരുടെയും ഒടുക്കവും ഒന്ന് തന്നെയല്ലേ? എല്ലാവരുടെയും ജീവൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എല്ലാവരുടെയും ജീവിതം അവസാനിക്കുന്നത് എങ്ങനെയാണ്? മരണത്തോടു കൂടിയാണ്. ഇങ്ങനെ മനുഷ്യ നിനക്ക് ചിന്തിക്കാൻ ഈ ആയത്ത് ഒരുപാട് വക നൽകുന്നില്ലേ? ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഈ ആയത്തിന്റെ വിശദീകരണം. പക്ഷെ നമുക്ക് ഈ ആയത്തിൽ മാത്രം നിന്നാ പോരല്ലോ. അതേപോലെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, ഈ ഭൂമി നമ്മുടെ ശത്രുവല്ലട്ടോ. നമുക്ക് കേവലം ചൂഷണം ചെയ്യാനുള്ള ഒരു വിഭവവുമല്ല. നമ്മുടെ ഉത്ഭവസ്ഥാനമാണ് ഈ ഭൂമി. ഒരു മാതാവിനെ പോലെ നമ്മെ തിരികെ എടുക്കുന്ന ഇടം കൂടിയാണ്. എല്ലാറ്റിനെയും തിരികെ എടുക്കുന്ന, എല്ലാറ്റിനും ഉത്ഭവം നൽകിയ, അതേപോലെ എല്ലാറ്റിനെയും തിരികെ സ്വീകരിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ഇടമാണ് ഭൂമി എന്ന് മനുഷ്യ നീ ചിന്തിക്കുമ്പോ, ഇത്ര ഗംഭീരമായ ഒരു സംഗതിയെ ഇങ്ങനെ വിനയപ്പെട്ടൊരവസ്ഥയിലാണ് പടച്ചവൻ സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യരൽപ്പത്തെങ്കിലും കയ്യിൽ വരുമ്പോഴേക്കും ഉണ്ടാകുമ്പോഴേക്കും നീ ഭയങ്കരനാണ് എന്ന് തോന്നിച്ചുണ്ടല്ലോ. അത് വല്ലാത്തൊരവസ്ഥയാ നിനക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഉണ്ടാകരുത് മനുഷ്യ. നീ ഭൂമിയോട് ആഴത്തിലുള്ള ഒരു ബന്ധം നിനക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. കാരണം ആഴത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇത് എന്റെ ഇടമാണ്, എനിക്ക് ജീവിക്കാനുള്ള ഇടമാണ്. എന്നെ മരിച്ചു കഴിഞ്ഞാലും ഏറ്റെടുക്കേണ്ട ഇടമാണ് ഈ ഭൂമി. അതുകൊണ്ട് ഈ ഭൂമിയെ ഞാൻ ചൂഷണം ചെയ്തുകൂടാ, ഈ ഭൂമിയെ ഞാൻ മലിനപ്പെടുത്തിക്കൂടാ, ഈ ഭൂമിയിൽ അസാൻമാർഗികമായി ഞാനൊന്നും ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ ഏറെ അനുയോജ്യമായ ഒരു വചനമാണ് ഇത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകാം. അങ്ങനെ അള്ളാഹു പറയാണ്, വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ ഫകദ്ദബ വഅബാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നാം അവന് അഥവാ ഫിർഔന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. എന്നിട്ടും അവൻ നിഷേധിച്ച് തള്ളുകയും നിരസിക്കുകയുമാണ് ചെയ്തത്. എല്ലാ ദൃഷ്ടാന്തങ്ങളും നാം അവന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. മൂസാ നബിയും ഹാറൂൻ നബിയും വന്ന്
വടി നിലത്തിട്ട് പാമ്പായി കാണിച്ചു കൊടുത്തു, കൈകൾ കക്ഷത്ത് വെച്ച് പ്രകാശിക്കുന്നതായി കാണിച്ചു കൊടുത്തു. ഇതുപോലെയുള്ള അത്യത്ഭുതങ്ങളായ കാര്യങ്ങൾ, അതിഭയങ്കരമായ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ പലതും പലതും ഫറോവക്ക് നാം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. വലക്കത് തീർച്ചയായും, കത് തീർച്ചയായും, വാ എന്നുള്ള വാക്കുണ്ട്, ലാ എന്ന വാക്കുണ്ട്, കത് എന്ന വാക്കുണ്ട്. അങ്ങനെ 3 വാക്കുകൾ ചേർന്നതാണ്. എന്നിട്ട് അതിന്റെ അർത്ഥമാണ് തീർച്ചയായും എന്ന് നമ്മൾ പറയുന്നത്. അറൈനാഹു, അവന് നാം കാണിച്ചു കൊടുത്തു. അറ കാണിച്ചു കൊടുത്തു, ആ കണ്ടു, അറ കാണിച്ചു കൊടുത്തു. അറൈന നാം, ഹു അവന്, ഫറോവക്ക് കാണിച്ചു കൊടുത്തു. ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, കുല്ലഹ അവയെല്ലാം, കുല്ല എല്ലാം, ഹാ അവ, ഫ കദ്ദബ എന്നിട്ട് അവൻ നിഷേധിച്ചു, ഫ എന്നിട്ട് കദ്ദബ നിഷേധിച്ചു. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? വീണ്ടും ഇത് ഈ അക്ഷരങ്ങൾ കേൾക്കുമ്പോ, ഈ പദങ്ങൾ കേൾക്കുമ്പോ അതിന്റെ അർത്ഥം ഓർമ്മ വേണം. ഇതിനാണ് നമ്മൾ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പ്രയാസം ഉണ്ടാകും. ശ്രദ്ധിക്കണം, പഠിക്കണം. ഖുർആനാണ്, നന്നായി പഠിക്കണം. വ അബാ, അബ അവൻ വിസമ്മതിച്ചു, അബ അവൻ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്നിനു പുറകെ വേറൊന്നായി. എല്ലാ മനുഷ്യരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള ഓർമ്മപ്പെടുത്തുകയും പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും നിരന്തരമായി നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഈ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ വിശദീകരിച്ചതുപോലെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? ഫകദ്ദബ വ അബാ, അവൻ സത്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അവൻ കാര്യം മറച്ചു വെച്ചു. നിഷേധവും വിസമ്മതവും. എന്താണ് ഈ 2 വാക്കുകൾ? ഈ 2 വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അർത്ഥവ്യത്യാസമുണ്ട്. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ് കൊണ്ടുള്ള നിഷേധമാണ്. കൃത്യമായിട്ട് നാവ് കൊണ്ട് അതിനെ കളവാക്കുന്നു, പറഞ്ഞിട്ട് കളവാക്കുന്നു. ഇത് ദൈവത്തിൽ നിന്നല്ല, ഇത് ജാലവിദ്യയാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അത് നാവ് കൊണ്ടുള്ള ഒരു കളവാണ്. അബാ എന്ന് പറഞ്ഞാലോ വിസമ്മതിച്ചു, അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ സംഗതി ഹൃദയം കൊണ്ടുള്ള ഒരു ധിക്കാരമാണ്. സത്യമാണെന്ന് ഉള്ളിൽ ബോധ്യമുണ്ട്, എന്നിട്ടും തന്റെ അധികാരവും അഹങ്കാരവും നിലനിർത്താൻ വേണ്ടി അതിന് കീഴൊതുങ്ങാൻ തയ്യാറാകാതിരിക്കുന്നു. അതാണ് അബാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ? ഒന്ന് പരസ്യമായി പറഞ്ഞു, കദ്ദബ കളവാക്കി. രണ്ടാമത്തത് മനസ്സുകൊണ്ട് ഉള്ളിൽ ബോധ്യമുണ്ടായിട്ടും മനസ്സുകൊണ്ട് വിസമ്മതിച്ചു. കാരണം അവന്റെ അധികാരവും അഹങ്കാരവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ ചെയ്തത്. ഫറോവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അറിവില്ലായ്മയല്ല, അഹങ്കാരമായിരുന്നു എന്നാണ് ഈ പറഞ്ഞ ഈ ഒരു സംഗതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അവൻ അറിവില്ലാത്തത് കൊണ്ട് അല്ല ഈ പറയുന്നത്. അങ്ങനെ അവനോ അങ്ങനത്തെ ആളോട് അള്ളാഹു നടപടി സ്വീകരിക്കൂല. മനസ്സുകൊണ്ടും അവൻ വിസമ്മതിച്ചിരിക്കുന്നു, അറിഞ്ഞിട്ട് അവൻ വിസമ്മതിച്ചിരിക്കുന്നു. അതിനാണ് അബാ എന്ന് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ തെളിവുകളുടെ അഭാവമല്ല പലപ്പോഴും നിഷേധത്തിന് കാരണം. ഇവിടെ എല്ലാവരുടെയും കാര്യം, പലരുടെയും കാര്യം പരിശോധിച്ചാൽ അതാണ് നമുക്ക് മനസ്സിലാകുക. ഒരുപാട് തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, അവരുടെ പദവി നഷ്ടപ്പെടുമോ എന്ന ഭയത്താല്, അല്ലെങ്കിൽ നിലവിലുള്ള ജീവിത രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നന്മയുടെ കൂടെ ആളുകൾ പോകാത്തത്. കല്യാണം ഞാൻ വിചാരിച്ച മാതിരി കല്യാണമായിട്ട് 4 ദിവസവും 10 ദിവസവും ഒരാഴ്ചയും 1 മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ കോലത്തിലും നടത്താൻ പറ്റൂല. ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഈ ഖുർആൻ ആയത്തുകളുടെ പിന്നാലെ പോയാൽ, ഈ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്താൽ എന്നാലോചിച്ചിട്ട് അങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ ഒന്ന് കടന്നു വരാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് പലരും
ജീവിതത്തിൽ ശീലിച്ചു കൊണ്ടിരിക്കുന്ന പല ശീലങ്ങളും ഒഴിവാക്കേണ്ടി വരും എന്നത് കാരണത്താൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് അംഗീകരിക്കാതിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് വിവരങ്ങൾക്കൊരു പഞ്ഞവുമില്ല. നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ളതുണ്ട്, കുടുംബത്തിലുള്ളതുണ്ട്, സമൂഹത്തിൽ നമ്മൾ കാണുന്നതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നിരന്തരമായി മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ട് ആ വിവരങ്ങളെ ഒരുവന് സത്യസന്ധമായി സമീപിക്കാനും അംഗീകരിക്കാനും അതിനുള്ള വിനയവും തുറന്ന മനസ്സും മനുഷ്യൻ ഈ അറിവ് കൊണ്ട് അവൻ നേടുന്നില്ല എന്നാണ്. അവന്റെ അറിവുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോ അതിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി അതിനെ സമീപിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമല്ലെങ്കിൽ, അഥവാ സത്യത്തെ അംഗീകരിക്കാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? സത്യത്തെ അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് അറിവിനേക്കാൾ ഏറ്റവും പ്രധാനമെന്ന് ഇവിടെ ഈ വചനം, ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. സത്യത്തെ അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധത വേണം, അതിനുള്ള ഒരു മനക്കരുത്ത് വേണം, അതിനുള്ള ഒരു സംഗതി വേണം. അതാണ് ഇവിടെ നമ്മളെ ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത ആയത്ത് ഓതി വെക്കാം. قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى അവൻ മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിന്റെ ജാലവിദ്യ കൊണ്ട് ഞങ്ങളെ പുറത്താക്കുവാൻ വേണ്ടി നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണോ മൂസ? കാല, ഫറോവ പറഞ്ഞു, ആ ജിത്തന, നീ വന്നിരിക്കുകയാണോ? ലിതുഖ്രിജന, ഞങ്ങളെ പുറത്താക്കുന്നതിന്, മിൻ അർദിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന്, ബിസിഹിരിക്കാതിന്റെ സിഹിറ് കൊണ്ട്, യാ മൂസ, മൂസ. അപ്പൊ മൂസ, നീ ഞങ്ങളിവിടെ പുറത്താക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്ന് വല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. വിവരക്കേടിന്റെ ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താ? സാഹിറാണെന്ന് പറയാ, മാരണക്കാരനാണ് അല്ലെങ്കിൽ ജാലവിദ്യക്കാരനാണ് എന്ന് പറയാ. എന്നിട്ട് ആ കേവലം മാരണക്കാരൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജാലവിദ്യക്കാരൻ എന്ന് പറഞ്ഞത് മൂസാ നബിയെ വലുതാക്കാനല്ലല്ലോ, കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞ അല്ലെങ്കിൽ ചെറുതായി പോകുന്ന മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചെറുതായി പോകുന്ന ഒരു സംഗതി കൊണ്ട് ഫറോവയെയും ഫറോവയുടെ ആളുകളെയും ഒക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നതിലെ വിഡ്ഢിത്തം എന്ന് ആലോചിച്ചു നോക്കൂ. അതിനുള്ള ആ വിരോധാഭാസം ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇവിടെ നമ്മള് സംഗതികൾ ആലോചിക്കുക. മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഫറോവയുടെ അടുക്കലേക്ക് പ്രബോധനവുമായി വന്നതാണ്. താൻ അള്ളാഹുവിന്റെ ദൂതനാണ് സ്ഥാപിക്കാൻ വേണ്ടി വളരെ വ്യക്തമായ 2 ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം ഫിറോവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. കയ്യിലുള്ള വടി നിരത്തിട്ടപ്പോൾ അതൊരു ഭീമാകാരമായ പാമ്പായി മാറി. തന്റെ കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്തപ്പോൾ അത് പ്രകാശിക്കുന്നതായി മാറി. ഈ അസാധാരണമായ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ പകച്ചുപോയ ഫറോവ അതിനെ ഒരു ദിവ്യാത്ഭുതമായി അംഗീകരിക്കുന്നതിന് പകരം അതിന് ഒരു രാഷ്ട്രീയ ഭീഷണിയും ജാലവിദ്യയുമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു രാഷ്ട്രീയ ഭീഷണിയായിട്ടും ഒരു ജാലവിദ്യയുമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് രണ്ടും കൂടെ അത് ചേരൂല, ഒരുമിച്ച് പോകൂല. ഇവിടെയുള്ള വിരോധാഭാസം നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ശരി, അമാനി മൗലവിയുടെ വിശദീകരണം ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാനിതിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിഭാഷ എടുക്കുക, വായിച്ചു നോക്കുക. വിശ്വസിക്കാനും ചിന്തിക്കാനും ആവശ്യമായ തെളിവുകളെല്ലാം മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. വടിയും കയ്യിന്റെയും ദൃഷ്ടാന്തങ്ങളും മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. അവൻ ചിന്തിക്കാനും മടങ്ങാനും തയ്യാറായില്ല. മൂസ ഈ വാദവും കൊണ്ട് വന്നിരിക്കുന്നത് നാട്ടുകാരെ വഞ്ചിച്ച് നമ്മെ തുരത്തിക്കളയുവാനാണ്, അധികാരവും സ്ഥാനവും കൈക്കലാക്കാനുള്ള ഉപായമാണ്, ഇസ്രായേലിനെ മോചിപ്പിക്കാൻ എന്ന പേരിൽ അതിന് സൂത്രം പ്രയോഗിക്കുകയാണ് എന്നിങ്ങനെ സമർത്ഥിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഫറോവ ശ്രമിച്ചു.
മൂസാ നബി അലൈഹി സ്വലാം കാണിച്ച ദൃഷ്ടാന്തങ്ങളെല്ലാം ജാലവിദ്യ, സിഹിർ ആണെന്നും അതേപോലെയുള്ള ജാലവിദ്യ ഞങ്ങളും കാണിച്ചു തരാമെന്നും വീരവാദം വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ആയത്ത്. എന്നിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക്, ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറാകുന്ന രംഗമാണ് അടുത്ത ആയത്തുകൾ നമ്മൾ കാണുന്നത്. ഒരു ആഭിചാരകൻ തന്റെ ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ജയിച്ചടക്കിയ കഥ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടും ഫറോവ നീ ഇവിടെ ഈ രാജ്യം ജയിച്ചടക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോ അതിലൊരു ശരിയില്ലായ്മയില്ലേ? ആഭിചാര വിനോദങ്ങളെ പ്രദർശിപ്പിച്ച് പ്രേക്ഷകരുടെ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടുന്ന ആളുകളെയല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. ഏതരത്തിലുള്ള സാഹിറന്മാരാണെങ്കിലും, ജാലവിദ്യ കാണിക്കുന്ന സാഹിറന്മാരാണെങ്കിലും, മാരണക്കാരാണ് എന്ന് പറയുന്ന സാഹിറന്മാരാണെങ്കിലും ഒക്കെ ആളുകളെ കൊണ്ട് യാചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്ന് കാശ് വാങ്ങുന്ന ആളുകളല്ലേ. അപ്പൊ ഇവർക്ക് രാജ്യം തകർക്കാൻ എങ്ങനെ സാധിക്കും, എങ്ങനെ അതിന് അവർക്ക് സാധ്യമാകും എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇവിടെ ഫറോവയുടെ ആ ചോദ്യം വളരെ ബാലിശമായിരുന്നു എന്നുള്ള സംഗതികളാണ് ഇനി കടന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഈ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് പടച്ചവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചിരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാറാകട്ടെ. അള്ളാഹു എല്ലാ നിലക്കും നമ്മുടെ